നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നിങ്ങൾക്ക് സ്നേഹം ഉണ്ട് എങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാർ എന്നെല്ലാവരും അറിയും. A new commandment I give you, love one another. As I've loved you, so you must love one another. By this everyone will know that you are my disciple, if you love one another. സമൃദ്ധമായി ജീവിക്കുവാനുള്ള ക്ഷണമാണ് ശിഷ്യത്വം. മടങ്ങിപ്പോകുന്നതിൻ്റെ തലേന്ന് അവൻ ലോകത്തിനൊരു കൽപ്പന തന്നു. ഒരേ ഒരു കൽപ്പന, സ്നേഹം. കണ്ണുകളെ അടയ്ക്കാം. Lord, I stand before you, merely a vehicle, an instrument to share your word. Almighty Jesus, our Lord, you have taught us that when we pray, we must go into our room, shut our door, and pray to our Father. We understand that you didn't just mean to shut the physical doors, but also to shut all other senses. As we gather in your name, help us to shut all other distractions and bring our full attention and focus inwards to what we hear, feel, and experience. Lord, we are here today, now, in your presence. We sit in peace, keeping all our worries and distractions away. Lord Jesus, Son of God, we are ever so grateful to be blessed infinitely by you. We are grateful for the abundance we experience all around us. Good health, comfortable life, the wealth of time, and beyond all the materialistic abundance, we are also most grateful for our spiritual abundance, the wealth of our faith, our values. We surrender to your infinite love and wisdom, Lord. Have mercy on us. Fill us with your spirit and compassion. Reside in us and complete us. Amen. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഏറ്റവും ആദരണീയനായ സന്തോഷ് വർഗീസ് അച്ഛൻ, പൗരോഹിത്യത്തെ ഇത്രമേൽ ഗൗരവത്തോടെ, ആദരവോടെ, അതിലേറെ പ്രത്യാശയോടെ കാണുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കോൾ, ഫോൾ, ക്രോൾ ആൻഡ് ഫൈനലി ഹോൾ, ഇത് ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. 2024 ഡിട്രോയിറ്റ് മാർത്തോമ ഇടവകയുടെ വാർഷിക കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിച്ചതൊരു വലിയ ആദരവായി കരുതുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും ഇടവക ചുമതലക്കാരോടും, പ്രത്യേകിച്ച് ഇടവകയുടെ സെക്രട്ടറി, മെറ്റിക്കുലസ് ആയൊരു പ്ലാനിങ് ആയിരുന്നു. ഓരോ സമയത്തും ഓരോ സ്റ്റേജുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ശ്ലാഘനീയമാണ്. ജോൺ മാത്യൂസിനോടുള്ള സ്നേഹം, കൺവെൻഷൻ്റെ കൺവീനേഴ്സിനോടുള്ള പ്രത്യേകമായ സ്നേഹം ഈ സമയം അറിയിക്കട്ടെ. 9 പതിറ്റാണ്ടുകളായി അചഞ്ചലമായ ക്രിസ്തു സ്നേഹത്തിൻ്റെ
ദീപ്തമായ തണലിലായിരിക്കാൻ അതിൻ്റെ ഒരു ലെഗസിയൊക്കെ പേർന്ന ബഹുമാനപ്പെട്ട പി ചാക്കോ അച്ഛൻ്റെ സാന്നിധ്യം. ഞങ്ങളിങ്ങനെ US വന്നിട്ട് ഇപ്പോൾ 2 വർഷങ്ങളൊക്കെ ആവുന്നുള്ളൂ. ഞാൻ വന്ന സമയം മുതൽ ഇന്നുവരെയും പിതൃതുല്യമായൊരു സ്നേഹവും കരുതലും പ്രോത്സാഹനങ്ങളൊക്കെ തരുന്ന CV സാമുൽ അങ്കിൾ, ജോയ് അങ്കിൾ, കുടുംബം, അങ്ങനെ തുടങ്ങി നിരവധി സ്നേഹ സൗഹൃദങ്ങളുടെ സാമീപ്യത്തിൽ ഇങ്ങനെ ദൈവവചനം പങ്കുവെക്കാൻ ലഭിക്കുന്നൊരവസരം ഒരു വലിയ ആദരവായി, അനുഗ്രഹമായി കരുതുന്നു. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ പല വിഷയങ്ങളൊക്കെ സംസാരിക്കുവാനായി ദൈവം എടുത്തുപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവവചനം പങ്കുവെക്കുമ്പോൾ, മറ്റൊരു വിഷയവും പങ്കുവെക്കുമ്പോൾ തോന്നാത്ത ഒരു ആത്മസംഘർഷം അനുഭവിക്കാറുണ്ട്. എൻ്റെ ഒരു സെൽഫ് വർത്താണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. മൈ വർത്തി ഫോർ ഇറ്റ് എന്നൊരു ചോദ്യം. പിന്നെ ആധികാരികമായ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ പിൻബലമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത ഒരു പുതിയ റിഫ്ലക്ഷൻ പോലും പങ്കുവെക്കാൻ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ കഴിഞ്ഞ 46 വർഷത്തെ ചെറിയ ജീവിതത്തിനിടയിൽ ഞാൻ കടന്നുപോയ പ്രതിസന്ധികൾ, ആകുലതകൾ, ഏകാന്തത, അവനിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, വിജയങ്ങൾ, പരാജയങ്ങൾ, അതിൽ നിന്നൊക്കെ ഇങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു ക്രിസ്തു ബോധ്യമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ഒരേ ഒരു ക്യാപിറ്റൽ. എന്താണ് നമ്മുടെ ഈ ഒരു 3 ദിവസത്തെ ആനുവൽ കൺവെൻഷൻ്റെ ഒരു ടേക്ക് ഹോം? യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ് എന്നൊരു സുബോധത്തിലേക്കുള്ള ക്ഷണമാണ് ഈ 3 ദിനങ്ങൾ. പാഷനേറ്റ്ലി ലവ്ഡ്. 3 ദിവസങ്ങൾ, ഏകദേശം ഒരു 150 മിനിറ്റ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത് ഇത്ര മാത്രം. യു ആർ ബീങ് പാഷനേറ്റ്ലി ലവ്ഡ്. God loves you the way you are, but He refuses to leave us there, and He wants us to be just like Jesus. അതിൽ കുറഞ്ഞ ഒന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ലൈക്ക് ജീസസ്. ഉണങ്ങാത്ത മുറിവുകളുടെ നോവകറ്റാൻ ഉപാധികളില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന ധൈര്യപ്പെടുത്തലാണ് ഈ 3 ദിനങ്ങൾ. അൺകണ്ടീഷണലി ലവ്ഡ്. അൺകണ്ടീഷണലി ലവ്ഡ്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം എന്ന് സ്വയം ചോദിക്കുന്ന 3 ദിനങ്ങളാകണം. Even if you gain this entire world, what's the profit if you forfeit your soul? നമ്മുടെ വീടിൻ്റെ ചുമരുകൾ കുറച്ചുകൂടി വിശാലമാക്കുവാനുള്ള ക്ഷണമാണ് ഈ 3 ദിനങ്ങൾ. മേൽക്കൂര കുറച്ചുകൂടി ഉയർന്നിരിക്കണം. അതിലൂടെ ഇങ്ങനെ ആകാശവും ഭൂമിയും പ്രവേശിക്കണം. It's a time to remember, reflect and renew our faith. ഒരു വഴിതേടലിൻ്റെ ദിനങ്ങളാണ്. പാത്ത് ഫൈൻഡിങ് ആണ്. പുനർവിചിന്തനത്തിൻ്റെ നാളുകളാണ്. ഇൻട്രോസ്പെക്ഷൻ്റെ നാളുകളാണ്. വീണ്ടെടുക്കാനാകാത്ത വിധം ഒന്നും നഷ്ടമായിട്ടില്ല. തിരികെ വരാനാകാത്ത വിധം ആരും അകന്നു പോയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ 3 ദിനങ്ങൾ. യു ആർ നോട്ട് ലോസ്റ്റ്. നോട്ട് ലോസ്റ്റ്. സൃഷ്ടിയിൽ നിന്നും സൃഷ്ടാവിലേക്കും, വസ്തുക്കളിൽ നിന്നും വാസ്തവങ്ങളിലേക്ക് ഉയരുവാനുള്ള ക്ഷണമാണ് ഈ 3 ദിനങ്ങൾ. ഫ്രം ദ ക്രിയേഷൻ ടു ദ ക്രിയേറ്റർ. വന്ന വഴിയും എത്തേണ്ടുന്ന ഇടവും മറന്നു പോകരുതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ 3 ദിനങ്ങൾ. വെർ ഇസ് യുവർ ഒറിജിൻ ആൻഡ് വെർ ഇസ് യുവർ ഡെസ്റ്റിനി? ഓരോ യാത്രകളും ഒരു തീർത്ഥയാത്രയായി മാറണം. യു ഷുഡ് ബി പിൽഗ്രിം. ഓർമ്മയില്ലേ, എമുവാസിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെ ശിഷ്യന്മാരോടൊപ്പം യേശു ചേർന്നപ്പോൾ അതൊരു തീർത്ഥയാത്രയായി മാറി. എത്രയോ കൺവെൻഷനുകൾ നമ്മൾ പങ്കെടുത്തു. എത്രയോ മുടങ്ങാതെയുള്ള ആരാധനയിലുള്ള പങ്കെടുക്കലുകൾ. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കൺവെൻഷനിലും ഒരു ക്ലീഷേഡ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. എത്രയോ റിട്രീറ്റുകളുടെ ഭാഗമായിട്ടുണ്ട്. ചോദ്യം ഇതാണ്: എത്ര ദൂരം നാം സഞ്ചരിച്ചു? എന്തുമാത്രം നാം വളർന്നു? എന്തുമാത്രം നാം ഇങ്ങനെ ഇൻക്ലൂസീവായി?
എന്തുമാത്രം നമ്മുടെ പോസിബിലിറ്റീസിനെയും ടാലൻസിനെയൊക്കെ എംബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു? ഇതാണ് ചോദ്യം. ഈ 60 മിനിറ്റിന് ശേഷം ഇത് നമ്മുടെ ഓർമ്മയുടെ പദങ്ങളിൽ പോലും ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു ആവറേജ് അറ്റൻഷൻ സ്പാൻ ഒരു മനുഷ്യൻ്റെ 3.5 മിനിറ്റായി കുറയുന്നൊരു കാലഘട്ടമാണ്. സുദീർഘമായ പ്രഭാഷണങ്ങൾക്ക് പോലും ഇനി പ്രസക്തിയില്ല. ഫൈനൽ ടേക്ക് ഹോം ഇസ് ദിസ്: 30 വയസ്സുള്ളൊരു മനുഷ്യൻ 15നും 25നും ഇടയിൽ പ്രായമുള്ള കുറച്ച് ചെറുപ്പക്കാരെ കൂടെ കൂട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്നേഹത്തിൻ്റെ സുവിശേഷം, അതിങ്ങനെ ഭൂമിയുടെ അതിരുകളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിലേക്കുള്ള മനസ്സിൻ്റെ ഒരുക്കലാണ്, പാകപ്പെടലാണ് ഈ 3 ദിനങ്ങൾ. അതാണ് ടേക്ക് ഹോം. ഇതാണ് മിഷൻ. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ പരിസരത്ത് ആ ദേശത്തെ മുഴുവൻ ഇങ്ങനെ ആശീർവദിച്ചുകൊണ്ട് വന്ന യേശുവിൻ്റെ ഒരു വലിയ പ്രതിമയുണ്ടായിരുന്നു. യുദ്ധകാലമായിരുന്നു. പള്ളിയും പരിസരവും ഒക്കെ ഇങ്ങനെ തകർക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ശില്പത്തിന് മാത്രം കാര്യമായ കേടുപാടുകളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ നഗരത്തെ ആശീർവദിച്ചുകൊണ്ട് നിന്ന ആ ശില്പത്തിൻ്റെ 2 കരങ്ങളും തകർക്കപ്പെടുന്നുണ്ട്. യുദ്ധാനന്തരം പള്ളിയും പരിസരവും ഒക്കെ ഇങ്ങനെ പുതുക്കി പണിയുമ്പോൾ അവിടുത്തെ വയോധികനായ വൈദികൻ കൃത്യമായൊരു നിലപാടെടുക്കുകയാണ്: ഈ ശില്പത്തിൻ്റെ കരങ്ങൾ നമുക്ക് പുതുക്കി പണിയണ്ട. യുദ്ധത്തിൻ്റെ ഭീതിതമായ ഓർമ്മകളുടെ ഒരു ബാക്കിപത്രം എന്നോണം ഈ കരങ്ങളില്ലാത്ത ശില്പം അവിടെ ഇങ്ങനെ നിലകൊണ്ടു. ഏറെ നാളുകൾക്ക് ശേഷം ആരോ ഒരാളിങ്ങനെ അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വന്ന് രേഖപ്പെടുത്തുന്നുണ്ട്: ഐ ഹാവ് നോ ഹാൻഡ്സ് ബട്ട് യുവേഴ്സ്. എനിക്ക് നിങ്ങളുടേതല്ലാതെ മറ്റു കരങ്ങളില്ല. കരങ്ങളാകുക എന്നുള്ളതാണ് മിഷൻ. ആരുടെ കരങ്ങളാകാനാണ് ക്ഷണം? ആരായിരുന്നു അവൻ? Who was he? Who was Jesus? Jesus was an unconventional leader. He was an equalizer. He was a social reformist. He was a feminist. Everything rolled into one. ഇങ്ങനെ യഹൂദ മതവും സമൂഹവും ഒക്കെ ഇങ്ങനെ അതിരുകൾ സൃഷ്ടിക്കുകയും അതിങ്ങനെ പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ജാഗ്രതയുള്ളവരായിരുന്നു. സ്ത്രീകൾ, അംഗവൈകല്യമുള്ളവർ, രോഗികൾ, ഇവരെയൊക്കെ അശുദ്ധരായി പ്രഖ്യാപിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്നവരാണ്. അവിടെയാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ആദ്യ പ്രസംഗത്തിൽ ഇങ്ങനെ കൃത്യമായി പറയുന്നത്: വിജാതീയൻ അവകാശപ്പെട്ടതാണ് സ്വർഗരാജ്യം. യേശുവിൻ്റെ ജീവിതം മുഴുവൻ എന്നെടുത്ത് നോക്കിയേ, ഇങ്ങനെ പുൽക്കൂടും കാലിത്തൊഴുത്തും മരുഭൂമിയും ദേവാലയ ശുദ്ധീകരണവും ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പും ഹോശന്നയും വലിയത്താഴുമൊക്കെ ഇങ്ങനെ അതിരുകളെ തച്ചുടയ്ക്കുന്നതായിരുന്നു. ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്. ജീസസ് broke all conventions and led a distinct way of living. അതിലേക്കുള്ള ക്ഷണം കൂടിയായിരുന്നു യേശു. പിന്നെ ബദൽ ജീവിതത്തിലേക്കുള്ള ക്ഷണമാണ് യേശു. താൻ ജീവിച്ച ജീവിതത്തോട് 100% വിശ്വസ്ത പുലർത്തി ഒരു പരിഭവങ്ങളും ഇല്ലാതെ ഇങ്ങനെ നടന്നു കയറിയൊരു മനുഷ്യനാണ്. പീലാത്തോസ് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന ഓർമ്മയില്ലേ? എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടോ? നിശബ്ദതയായിരുന്നു. അയാളിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നതിൻ്റെ കാരണമുണ്ട്. ക്ലോഡിയയുടെ ഭാര്യയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളെ നിസ്സാരമായി കണ്ടിരുന്നില്ല പീലാത്തോസ്. ഒരു മറുപടി ഒരു പക്ഷെ വിധി മറ്റൊന്നായി മാറിയനെ. എന്നാൽ താൻ ജീവിച്ച ജീവിതത്തോട് അത്രമേൽ വിശ്വസ്തത പുലർത്തി ഒരു പരിഭവങ്ങളുമില്ലാതെ ഇങ്ങനെ നടന്നു കയറിയവനാണ് യേശു. ഇങ്ങനെ അധികാരം എന്താണെന്ന്, അധികാരത്തിൻ്റെ കൃത്യമായ വിലോപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ അധികാരം എന്താണെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. കീഴ്പ്പെടുത്തുന്ന മേൽക്കോയ്മയല്ല അധികാരം, പിന്നെയോ നട്ടല് പണയം വെക്കാത്ത ആന്തരിക സ്വാതന്ത്ര്യവും അനുഭവിക്കുന്ന മനുഷ്യരെ വാർത്തെടുക്കുന്നതാണ് അധികാരം എന്നവൻ നമ്മെ പഠിപ്പിച്ചു. പ്രദർശനാത്മകതയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. ഇങ്ങനെ പറയായിരുന്നു, ഒരു ഫണ്ട് റൈസിങ് ഇനിഷ്യേറ്റീവിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടന്നൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി.
ഇപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഇതൊന്നും നടക്കില്ല. നിങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് വിളിച്ചൊരു മനുഷ്യനോട് ചെക്ക് വാങ്ങി ഫോട്ടോ എടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഒരാൾ പോലും 10 പൈസ കയറാൻ പോകുന്നില്ല. ഈ പ്രദർശനാത്മകതയാണ് ലോകത്തിൻ്റെ ശാപം. $100 കൊടുത്തിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മറന്നു പോകരുത്, ഈ സ്വീകരിക്കുന്നവൻ്റെ ആത്മനിന്നുകൊണ്ട് സ്വീകരിക്കുന്നവൻ്റെ അകം പൂർണ്ണ നാം കാണാതെ പോകരുത്. എങ്ങനെ കൊടുക്കരുത് എന്നവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹസങ്കല്പങ്ങളെ അവൻ പൊളിച്ചെഴുതുന്നുണ്ട്. ട്രാൻസാക്ഷണലാവരുത് റിലേഷൻഷിപ്സ്, ടിറ്റ് ഫോർ ടാറ്റ്. എനിക്ക് കിട്ടിയാൽ ഞാൻ കൊടുക്കും, അങ്ങനെയല്ലല്ലോ അവൻ പഠിപ്പിച്ചത്. ഉപാധികളില്ലാതെ സ്നേഹിക്കുവാനാണ് പഠിപ്പിച്ചത്. ഉപവസിക്കുമ്പോഴിങ്ങനെ മുഖത്ത് വിഷാദം പടർത്തരുത്. മുഖപ്രസാദത്തോടെ ഉപവാസം ആഴമുള്ള അനുഭവമാക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചത്. അവൻ വിജനതയിലേക്ക് മാറിപ്പോയി. നിശബ്ദമായി പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിച്ചത്. 2000 വർഷം മുമ്പ് ഒരു കടാപ്പുറത്ത് നിന്നുകൊണ്ട് യേശു പറഞ്ഞത്, വാതിലടച്ചു, ഷട്ട് യുവർ ഡോർസ് ആൻഡ് പ്രേ. എന്നതിനർത്ഥം എന്താ? ഷട്ട് യുവർ സെൻസസ് ആൻഡ് പ്രേ. അർത്ഥം, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് അവൻ നമ്മെ പഠിപ്പിച്ചു. 2006 പുറത്തിറങ്ങിയൊരു സിനിമയാണ് ദ നേറ്റിവിറ്റി സ്റ്റോറി. മറിയയ്ക്ക് ഇങ്ങനെ പ്രസവമെടുക്കുന്ന സമയം യോസഫ് ഇത്തിരി വെള്ളം എടുക്കാനായിട്ട് പോയതാണ്. തിരികെ വരുമ്പോഴത്തേക്ക് പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. മറിയ ഇങ്ങനെ കുഞ്ഞിനെ നെഞ്ചോരം ചേർത്ത് കിടത്തിയിരിക്കുക. യോസഫ് ഇങ്ങനെ വലിയ സന്തോഷത്തോടെ വന്ന് ഈ കുഞ്ഞിനെ ഇങ്ങനെ ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട്. മുഖത്തും ദേഹത്തും ഇങ്ങനെ തൊട്ട് നോക്കി, ആകമാനം ഒന്ന് നോക്കി. എന്നിട്ടിങ്ങനെ മറിയോട് പറഞ്ഞു, ദർ ഈസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ചൈൽഡ്. ഒരു ചെറുപുഞ്ചിരിയോടെ മറിയ ഇങ്ങനെ മറുപടി പറഞ്ഞത്, ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഹിം സ്പെഷ്യൽ. ദാറ്റ്സ് വാട്ട് മേക്സ് ഹിം സ്പെഷ്യൽ. തെരുവിൽ ജനിച്ച് തച്ചൻ്റെ മകനായി വളർന്ന് ചുങ്കക്കാരും പാപികളുമൊക്കെ സ്നേഹിതരായി, സ്നേഹിക്കുവാൻ മാത്രം പഠിപ്പിച്ച് അധികാരത്തിനും അഴിമതിക്കുമെതിരേക്ക് ഇങ്ങനെ ചാട്ടവാറെടുത്ത് ഒടുവിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിഭവമില്ലാതെ തൻ്റെ വിധിയെ പുൽകിയ ഒരു മനുഷ്യൻ. അയാളാണ് നമ്മുടെ ഗൈഡിങ് സ്റ്റാർ. സെലിബ്രേറ്റിംഗ് ലൈഫ് ഇൻ ഇറ്റ്സ് അബൻഡൻസ്. ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണം അതാണ്. അങ്ങനെ ഒരു ക്ഷണത്തിൽ എന്താ നമ്മുടെ ഒരു പരിസരം, നമ്മുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താ? We live in a new world order. We are in the 4th industrial revolution with the 5th industrial revolution around the corner. Artificial intelligence is gaining prominence, and every moment there is an innovation happening. And that's not an exaggeration. It's just Google it and see. Every moment there is an innovation that happens in this world. Our generation might be marked as the most apathetic ever. We are living through the most melancholic eras in history ever. The skills that is required to brave the 21st century are changing. Our academia is preparing a new generation for jobs that do not exist. It also states that over 1.1 billion jobs are going to be radically transformed in less than a decade. Our relationships are becoming more transactional in nature. Instant gratification has become the newest norm. A recent study states that in the United States, the divorce rates have increased to 54%, which is 8% increase from the last year. 700,000 people commit suicide every year, and that is the 4th major reason of death among an age group of 15 to 29. We live in a world order where, with increasingly tantalizing distraction, and it is humanly not impossible to wean ourselves from the superficial facets of social media. And top it all, there's a serious dearth
of relatable spiritual role models in our day-to-day life. ഇതാണ് നമ്മുടെ പരിസരം. ആത്മീയതയിലും മതബോധത്തിലും രക്തബന്ധങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മൂല്യങ്ങളുടെ വൈവിധ്യങ്ങൾ. ആധുനികവൽക്കരണത്തിൻ്റെ പരകോടിയിലെത്തി നിൽക്കുന്ന ആ ലോകം. പക്ഷേ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കാടൻ നിയമത്തിൽ നിന്ന് ലോകം ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് യുദ്ധപരിപൂണ്ട ഈ ഒരു നമ്മുടെ പരിസരം നമ്മളോട് ഉറക്കെ വിളിച്ചു പറയുന്നൊരു കാല. മുഹമ്മദ് ഖലീൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇന്നലെ ഇങ്ങനെ ലെബനൻ്റെ തെരുവോരങ്ങളിൽ നിന്ന് കത്തി അവിടെ ഇരുന്നത് നമ്മൾ കണ്ടു. സീരിയസ്ലി, ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെയൊക്കെ എൻ്റെ പീക്കിലെത്തി നിൽക്കുക ലോകം. എവറി മൊമെൻറ്റ്, ഓരോ സെക്കൻഡിലും ഒരു ഇന്നോവേഷൻ നടക്കുന്ന ലോകത്തിലാണ് ഇപ്പോഴും നമ്മളിങ്ങനെ ബാർബേറിയൻ സംസ്കാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ ഒരു വിശ്വാസ പരിസരം? 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അയർലൻഡിലൊരു കടൽ തീരത്തിൻ്റെ അടുക്കൽ താമസിച്ചിരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. വളരെ സമ്പന്നയായ സ്ത്രീ. പക്ഷേ ഷി വാസ് വെൽത്തി ബട്ട് ഫ്രൂഗൽ. ആദ്യം ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് ആ പ്രദേശത്ത് ഇവരുടെ വീട്ടിലാണ്. മാസങ്ങളൊക്കെ കഴിയുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ഒരാളിങ്ങനെ ഇവരുടെ വീട്ടിലേക്ക് വരിക. എന്താണ് സർ, താങ്കളുടെ വീട്ടിൽ ഈ പവറിന് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, 2-3 മാസമായിട്ട് ഇങ്ങനെ മീറ്റർ റീഡിങ്സ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല, പ്രോപ്പറല്ല. വാട്ട്സ് ഹാപ്പനിങ്? നോ, എവറിത്തിങ് ഈസ് ഫൈൻ ഹിയർ. ഓക്കെ, run me through, how do you use your power? What is your power usage on a daily basis? എല്ലാ ദിവസവും രാത്രിയിൽ ഇരുട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ലൈറ്റിട്ട് ക്യാൻഡിൽ കണ്ടുപിടിച്ച് അത് കത്തിച്ച് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. We have power, but we do not use it. We occasionally flip the switch, but we settle for shadows. അതാണ് നമ്മുടെ വിശ്വാസ പരിസരം. ഒരാളിങ്ങനെ വളരെ ഫലിതപൂർവ്വം പറയുന്നൊരു സംഭവമുണ്ട്. ഈ ചോദ്യപേപ്പർ പുറത്തായിട്ടും തോറ്റുപോകുന്ന വിദ്യാർത്ഥികളാണ് ക്രിസ്ത്യാനികൾ. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്, പക്ഷെ എന്നിട്ടും പരീക്ഷയ്ക്ക് തോറ്റു പോകുന്നവരാണ് നമ്മൾ. ആറ് ദിവസവും മാറ്റിവെച്ച് 7-ാമത്തെ ദിവസം എടുത്തണിയുന്ന ഒരു ആഭരണം മാത്രമാണ് നമുക്ക് വിശ്വാസവും ഫെയ്ത്തും ഒക്കെ, റിലിജനും, അല്ലെങ്കിൽ ആവശ്യ സമയങ്ങളിൽ മാത്രം. മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഭൂപടത്തിൻ്റെ മുകളിൽ ആരാനിങ്ങനെ കുത്തി വരച്ചിരിക്കുന്നത് എന്ന് വളരെ നിഷ്കളങ്കതയോട് ചോദിച്ച ഒരു പെൺകുട്ടിയുണ്ട്. അവളുടെ അപ്പൻ ഇങ്ങനെ നിറകണ്ണുകളോട് മറുപടി പറയുന്നുണ്ട്, ഒരു വരയും ദൈവത്തിൻ്റെതല്ല മോളെ. ദൈവം ഒരു വരയും വരച്ചിട്ടില്ല. നീ കാണുന്ന വരകളൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ജെൻഡറിൻ്റെയും ട്രാൻസ്ജെൻഡറിൻ്റെയും ഒക്കെ വരകളൊക്കെ നാം കോറിയിട്ട വരകളാണ്. അത് മാത്രമല്ല, ഈ നാം കോറിയിട്ട വരകൾക്കപ്പുറത്തുള്ളത് എന്തിനോടും ഇങ്ങനെ അസഹിഷ്ണുതയോടെ റെസ്പോണ്ട് ചെയ്യുന്നവരാണ് നമ്മൾ. ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻടോളറൻ്റ് ആണ് നമ്മൾ അത്രയും. പക്ഷെ അതിനൊരു റെസ്പോൺസ് ഉണ്ട് സ്വർഗത്തിൻ്റെ. എന്താണത്? ബുദ്ധിയും വിവേകവുമില്ലാത്ത മനുഷ്യ. അതാണ് റെസ്പോൺസ്. എന്തേ ബുദ്ധി എന്നൊക്കെ പറയുന്നത്? 12ഓളം ഇൻ്റലിജൻസ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ്, മനുഷ്യൻ്റെ വൈകാരികതകളോട് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. എഡ്യൂക്കേഷൻ്റെ ഒരു ലാറ്റിൻ എറ്റിമോളജി എന്നൊക്കെ പറയുന്നത് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു എന്നുള്ളതാണ്. ആരാണ് ഈ വിവേകിയായ മനുഷ്യൻ? നമ്മുടെ നിസ്സാരതയും അവൻ്റെ അപാരതയും തിരിച്ചറിയുന്നവനാണ് വിവേകിയായ മനുഷ്യൻ. റിപ്പീറ്റ്, നമ്മുടെ നിസ്സാരതയും അവൻ്റെ അപാരതയും തിരിച്ചറിയുന്നവനാണ് വിവേകിയായ മനുഷ്യൻ. ലാളിത്യത്തിലും വിനയത്തിലും പാരസ്പര്യത്തിലും ജീവിച്ച് അപരന് വേണ്ടി ക്രൂശിലേറിയവനെ അനുധാവനം ചെയ്യാനുള്ള ക്ഷണമാണ് ഈ 3 ദിവസങ്ങൾ. സ്നേഹിക്കുവാൻ മാത്രം പഠിപ്പിച്ച്, സ്നേഹിക്കണമെന്ന് ഉറക്കെ പറഞ്ഞ് അത് മാത്രം പറഞ്ഞു പോയ ഒരു മനുഷ്യൻ്റെ
ജീവിതത്തിൽ നിന്ന്, അവൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുന്ന 8 ട്രെയ്റ്റ്സാണ് ഈ 3 ദിവസങ്ങളായിട്ട് നാം ധ്യാനിക്കുന്നത്. എന്തൊക്കെയാണത്? ഒന്ന്, സ്നേഹം തന്നെ, ലവ്, അൺകണ്ടീഷണൽ ലവ്. രണ്ടാമത്തത് കമ്പാഷൻ, ആർദ്രത. 3, ഫൊർഗീവ്നെസ്, മാപ്പ്, ഉപാധികളില്ലാത്ത മാപ്പ്. 4, ഫെയ്ത്ത്. ആരുടെ ഫെയ്ത്താണ്? ഹിസ് ഫെയ്ത്ത്. 5, കമ്പാനിയൻഷിപ്പ്, മൈത്രി. 6, സാൽവേഷൻ, മോക്ഷം. 7, ഹോപ്പ്, പ്രത്യാശ. ലാസ്റ്റ്, ഹ്യൂമിലിറ്റി, വിനയം. ഇതിലത്തെ ആദ്യ 3 ട്രെയ്റ്റുകൾ വളരെ ചുരുക്കമായി ധ്യാനിച്ച് ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. സ്നേഹം, ലവ്. ഒരേ ഒരു കൽപ്പനയാണ് ലോകത്തിലേക്ക് അവൻ തന്നത്, സ്നേഹം. ദാറ്റ്സ് എ കേസ്. ഈ കൽപ്പനയുടെ നിഷേധം എന്താ? വയലേഷൻ ഓഫ് ലവ്. കൽപ്പനയുടെ നിഷേധം, അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, സിൻ. ഒരേ ഒരു കൽപ്പന ഇതാണെങ്കിൽ ഒരേ ഒരു പാപമെന്ന് പറയുന്നത് ഈ വയലേഷൻ ഓഫ് ലവാണ്. അതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ റിപ്പൻറ്റൻസ് എന്താണ്? അബണ്ടന്റ് ലവ്, ഉപാധികളില്ലാത്ത സ്നേഹം. ലവ് ബിയോണ്ട് ബോർഡേഴ്സ്, ബാരിയേഴ്സ് ആൻഡ് പ്രെജുഡിസസ്. എങ്ങനെ സ്നേഹിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചത്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ഈ കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ അത് ഭൂമിക്ക് പോലും ശാപമായി മാറുമെന്ന ചിന്തയിലാണ് ഈ കഴുമരം രൂപപ്പെടുന്നത്. ഒരു പേർഷ്യൻ രീതിയായിരുന്നു. റോമാക്കാരിങ്ങനെ അവലംബിക്കുന്നൊരു സംഭവം, ഈ ക്രൂശിലേക്ക് എറിയുക എന്നതായിരുന്നു രീതി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നിന്ദ്യമായൊരിടമാണ് ഈ ക്രോസ്. അവിടെയാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നീതിമാനായ മനുഷ്യൻ. എന്തുകൊണ്ടായിരിക്കാം ചേരാൻ പാടില്ലാത്ത ഈ 2 കാര്യങ്ങൾ ഇങ്ങനെ ചേർന്ന് വന്നത്? നിന്ദ്യവും നീതിയുക്തമായത് എന്തുകൊണ്ടാവാം? തൻ്റെ ക്ഷതങ്ങൾ കൊണ്ട് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ, ക്ഷതങ്ങൾ കൊണ്ട് നമ്മെ സൗഖ്യപ്പെടുത്തുവാൻ. ഇങ്ങനെ ഈ ക്രൂശിനെ ഒന്ന് ധ്യാനിക്കേണ്ട സമയമായിട്ടുണ്ട്. ചമ്മട്ടിയടിയേറ്റ ശരീരം, മുൾക്കിരീടം, രക്തത്തിൽ കുതിർന്ന വസ്ത്രങ്ങൾ, ഉണങ്ങിയ നാവ്, ചുണ്ടുകൾ, കുറുങ്ങനെയും വിലങ്ങനെയും ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന ആ 2 മരക്കഷ്ണങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ശ്രദ്ധയും ഏകാഗ്രതയും ഒക്കെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അവൻ്റെ അപാരമായ സ്നേഹത്തെ നാം തിരിച്ചറിയുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. എന്തായിരുന്നു അവൻ്റെ ഒരു സ്നേഹസങ്കല്പങ്ങൾ? എങ്ങനെ സ്നേഹിക്കണമെന്ന് അവൻ പഠിപ്പിച്ചത്. എന്താണ് സ്നേഹം എന്ന് അവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഗാപ്പെ, പ്യൂർ ലവ്. സ്നേഹം പരിക്കേൽപ്പിക്കുന്നതല്ല എന്നവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിക്കേൽപ്പിക്കുന്നതല്ല സ്നേഹം. ഈ സ്നേഹ് എന്ന ഒരു ധാതുവിൽ നിന്ന് സ്നേഹം എന്ന പദം രൂപപ്പെട്ടത്. അതിൻ്റെ ഒരു എറ്റിമോളജിയൊക്കെ ഒന്ന് പരിധിയാൽ നമുക്ക് മനസ്സിലാവും. എൻ്റെ മീനിങ് ഇതാണ്: നോട്ട് ടു ഹേർട്ട് ഇസ് ലവ്. പരിക്കേൽപ്പിക്കുന്നില്ല സ്നേഹം. സ്നേഹം പാതി വഴിയിൽ നമ്മെ ഉപേക്ഷിക്കുന്നില്ല. സ്നേഹം പരിഭവിക്കുന്നില്ല. ഈ വഴിമാറി നടക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്നേഹം. ടു ഗിവ് വേ ഇസ് എ ഡിഗ്നിഫൈഡ് വേ. വഴിമാറി കൊടുക്കുവാൻ. കഠിനമായ ഓർമ്മകളെ ഒന്നും സൂക്ഷിക്കാത്തതിൻ്റെ പേരാണ് സ്നേഹം. ഇങ്ങനെ ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് സ്നേഹം. ഒടുവിലായി സ്നേഹത്തിന് മരണമില്ല. ചോദ്യം ഇതാണ്: ഇങ്ങനെയെങ്കിൽ നാം ഇന്ന് വരെ സ്നേഹമെന്ന് കരുതിയിരുന്നതൊക്കെ സ്നേഹമായിരുന്നു?
ഇഷ്ടത്തെപ്പറ്റിയല്ല പറയുന്നത്. ഇഷ്ടം ഒരു വികാരമാണ്. സ്നേഹമെന്ന് പറയുന്ന ഒരു സ്വഭാവവും. 55 ദശലക്ഷം മനുഷ്യരിങ്ങനെ ഡിമെൻഷ്യ ബാധിച്ചവരാണ് ഇന്ന് ലോകത്ത്. ഈ 2050 ആകുമ്പോഴത്തേക്കും ഈ ഡിമെൻഷ്യ ബാധിച്ച മനുഷ്യരുടെ എണ്ണം ഇങ്ങനെ 153 മില്യൺ ക്രോസ് ചെയ്യുന്ന കണക്കുകൾ. ഒരൊറ്റ വാക്ക് മാത്രം ഓർത്തിരിക്കുവാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചാൽ ആ വാക്ക് ഏതായിരിക്കും? ജസ്റ്റ് ടു ഹോൾഡ് വൺ വേർഡ്. സ്നേഹം തന്നെയായിരിക്കും. തർക്കം വേണ്ട. ഇങ്ങനെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഉലച്ചിൽ, അതിങ്ങനെ കോടതിയുടെ പരിസരങ്ങളിലേക്കൊക്കെ പോകുന്നത് ഒരു നിത്യസംഭവം. നമ്മൾ നേരത്തെ കണ്ടു. ഇങ്ങനെ 54% ഡിവോഴ്സ് റേറ്റ്സ്. അവിടെ ഇനി കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തുന്നൊരു സംഭവമുണ്ട്. ഒരു ട്രൈ, വൺ ലാസ്റ്റ് ട്രൈ. ഈ കൗൺസിലിംഗ് സെൻറ്റേഴ്സിൽ നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? എൻ്റെ സങ്കല്പങ്ങളിലുള്ള പങ്കാളിയായിരുന്നില്ല, എൻ്റെ സങ്കല്പങ്ങളിലുള്ള പങ്കാളിയല്ല. യേശു ഒരു കഥ പറയുന്നുണ്ട്. ഇങ്ങനെ യജമാനൻ കാര്യസ്ഥനെ ഒരു തോട്ടം ഏൽപ്പിക്കുന്നു. കാര്യസ്ഥൻ വൈകുന്നേരം ആകുമ്പം തിരികെ വന്ന് പറഞ്ഞു, നിറയെ കളകളുണ്ട്, പറിച്ചു കളയട്ടെ. എന്താ യജമാനൻ്റെ മറുപടി? കളയും വിളയും തിരിച്ചു നോക്കുവാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചില്ല. ഒരു തുണ്ട് ഭൂമിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഒരു തോട്ടമാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നിനക്ക് പരിപാലിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളതിനെ ഇങ്ങനെ എത്ര ഫ്ലോസോടും ചേർത്തിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ ചോദ്യം. ഏൽപ്പിച്ചതിനെ കുറച്ചുകൂടി തീവ്രമായി, ഡീപ്പായി ഇങ്ങനെ ചേർത്ത് നിർത്താൻ സാധ്യമാകുമോ എന്നുള്ള. ഈ ലവ് ഈസ് നാച്ചുറൽ, ഇങ്ങനെ നാച്ചുറലായി ഉണ്ടാവുന്നതാണെന്നൊക്കെയുള്ളൊരു വളരെ തെറ്റായൊരു പഠിപ്പിക്കലുകൾ നമുക്കുണ്ട്. നേച്ചറിലൊക്കെ ഉണ്ട് സ്നേഹം, പക്ഷേ ലവ് ഈസ് ടു ബി നേർച്ചേർഡ്. മറന്നു പോകരുത്. ലവ് ഈസ് സറണ്ടറിങ് യുവർ ഹെഡ് ടു ഹാർട്ട്. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 28 വാക്യം. ഐ തേഴ്സ്റ്റ്. യേശു പറയുന്നത് എന്താണെന്നറിയാമോ? ഐ ലവ് യു എന്നൊന്നുമല്ല, ഐ തേഴ്സ്റ്റ് ഫോർ യു എന്നാ. നിങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നു എന്നാണ് പറയുന്നത്. മദർ തെരേസയുടെ ആശ്രമങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ക്രൂശിത രൂപത്തോടടുത്ത് ഇങ്ങനെ ഐ തേഴ്സ്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ആശ്രമങ്ങളിലും മദറിങ്ങനെ തൻ്റെ അവസാന നാളുകളിൽ തൻ്റെ സന്യാസ സമൂഹത്തിന് എഴുതിയ സുദീർഘമായ കത്തും ഈ ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഐ തേഴ്സ്റ്റ്. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവരോടും അവർ എന്നോടും കൂടെ ഭക്ഷണം കഴിക്കും. ഇതൊരു ഒറ്റ സൈഡായിട്ടല്ല ക്രൈസ്റ്റ് ഇത് പറയുന്നത്. ഞാൻ അവരോട് കൂടിയല്ല, അവൻ എന്നോടും കൂടെ. ഇതിലും വലിയൊരു ക്ഷണക്കത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതിനേക്കാൾ മികച്ചൊരു പരസ്യത്തിലൊക്കെ പറയുന്നത് പോലെ ഇതിനേക്കാൾ മികച്ചൊരു ക്ഷണക്കത്ത് സ്വപ്നങ്ങളിൽ മാത്രം. ഐ തേഴ്സ്റ്റ്. യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത്. യോഹന്നാൻ ഇങ്ങനെ ഈ പേര് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ യാതൊരു വിധമായ യോഗ്യതയും ഉണ്ടായിരുന്ന ഒരു ആദ്യകാല അനുഭവമുള്ള ആളല്ല ജോൺ. ഓർമ്മയില്ലേ, ഇങ്ങനെ യേശുവിനെ സ്വീകരിക്കാത്ത ഒരു നഗരത്തെ ഇങ്ങനെ തീയിട്ട് നശിപ്പിക്കണമെന്നൊക്കെ പറയുന്ന വളരെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു ജോൺ. നിന്നെ ഭരിക്കുന്നത് ഏതാത്മാവെന്നൊക്കെയാണ് യേശു ചോദിക്കുന്നത്. അവിടെ നിന്ന് ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന നിലയിലേക്ക് ജോൺ എങ്ങനെയാണ് മാറിയത്? യേശുവിൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നപ്പോഴാണ്. അയാൾ എത്രത്തോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, എത്രത്തോളം സെൽഫിഷാണെന്ന് ബോധ്യപ്പെടുകയും അയാളിങ്ങനെ സ്നേഹമായി മാറുകയും ചെയ്യുന്നത്. ഫ്രെഡ് റോജേഴ്സ് എന്ന ഒരു ടെലിവിഷൻ പരമ്പര ലോക ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും അധികം നാൾ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ടെലിവിഷൻ പരമ്പരയാണ്. 33 വർഷങ്ങൾ, 31 സീസൺസ്, 895 എപ്പിസോഡ്സ്. എന്തുകൊണ്ടാണിത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടെലിവിഷൻ സീരീസായി മാറിയത്? ഒറ്റ സന്ദേശം കൊണ്ടാണ്.
എന്താണത്? I love you the way you are. I love you the way you are. ഇങ്ങനെ ഇയാളുടെ കാറ് മോഷണം പോകുന്നുണ്ട്. കാറ് മോഷണം പോയി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഈ കാറിങ്ങനെ കാർ പോർച്ചിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വിത്ത് എ നോട്ട്. ഇത് നിങ്ങളുടെ കാറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മോഷ്ടിക്കില്ലായിരുന്നു. 33 വർഷങ്ങൾ. ലീവ് യുവർ മാർക്ക് ഓഫ് ലവ് ഇൻ ദിസ് വേൾഡ്. ഇമ്പോർട്ടൻറ്റ്. നിയമങ്ങളെ ഇങ്ങനെ ബോധപൂർവം എതിർത്തിരുന്ന യേശുവിനെ അവൻ്റെ കാലം ഇങ്ങനെ കടുത്ത രീതിയിലാണ് വിമർശിച്ചിരുന്നത്. അതിന് യേശുവിൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ഞാനിങ്ങനെ നിയമങ്ങളെ തച്ചുടയ്ക്കാൻ വന്ന മനുഷ്യനൊന്നുമല്ല, നിയമങ്ങളെ പൂർത്തിയാക്കാൻ വന്നവനാ. എൻ്റെ അർത്ഥം എന്താ? ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെട്ട നിയമങ്ങളിലേക്ക് ഇങ്ങനെ സ്നേഹത്തെ ഇൻഡ്യൂസ് ചെയ്യാൻ വന്നതാ. സ്നേഹത്തെ ഇൻഡ്യൂസ് ചെയ്യാൻ. ഓരോ പ്രഭാതത്തിലും യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം പുതുതാണ് എന്ന് കൊതിപ്പിക്കുന്നൊരു ഭാഗമുണ്ട് വിലാപങ്ങളുടെ പുസ്തകത്തിൽ. എന്താ നമ്മളോട് പറയുന്നത്? ഓരോ ദിവസവും നമ്മളുടെ സ്നേഹബന്ധങ്ങളെ പുതിയതാക്കിക്കൊണ്ടിരിക്കണം, പുതുക്കമുള്ളതാക്കണം. നമ്മുടെ മാതാപിതാക്കളോട്, പങ്കാളിയോട്, സഹോദരങ്ങളോട്, കുട്ടികളോട്, ബന്ധുമിത്രാദികളോട്, സുഹൃത്തുക്കളോട് ഒക്കെയുള്ള സ്നേഹം അതിങ്ങനെ പുതിയതാക്കിക്കൊണ്ടിരിക്കണം. ഈ കപ്പയും മീൻകറിയും പൊറോട്ടയും ബീഫും ഒക്കെ ഫോർക്കും സ്പൂണും ഒക്കെ വെച്ച് കഴിക്കാൻ പഠിച്ച മലയാളി ഈ സ്വദേശികളിൽ നിന്ന് ഇപ്പോഴും ആർജിക്കാത്തൊരു സംഭവം എന്താണെന്നറിയാമോ? ഒരു വാക്കാ, ഒരു സ്റ്റേറ്റ്മെൻറ്റാ, ഐ ലവ് യു. അത് പറയാൻ നമുക്കിപ്പോഴും ബുദ്ധിമുട്ടാണ്. ഐ ലവ് യു എന്ന വാക്ക് അതൊരു ധ്യാനമാക്കി മാറ്റണം. ദിനവും മക്കളോട് പറയേണ്ട ഒരു വാക്കായി മാറണം, പങ്കാളിയോട് പറയേണ്ട ഒരു സംഭവമായി മാറണം. ബന്ധങ്ങളെ ഇങ്ങനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡായി കാണരുത്. സെപ്റ്റംബർ 25 എൻ്റെ ഭാര്യയുടെ സഹോദരി മരണപ്പെട്ടിട്ട് 3 വർഷങ്ങൾ തികഞ്ഞ ദിവസമാണ്. 40 വയസ്സിനിടയിൽ അപ്പനും അമ്മയും ഏക സഹോദരിയും ഒക്കെ നഷ്ടപ്പെട്ട ഒരാളാണ് എൻ്റെ ഭാര്യ. എത്രയൊക്കെ ഇങ്ങനെ ചേർത്ത് നിർത്തിയാലും നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും അവരുടെ ഒരു പെയിൻ. ഇങ്ങനെ ചിലരോടെങ്കിലും പറയാറുണ്ട്, ഇങ്ങനെ അവളുടെ ചിരിയിൽ പോലും ഒരു കരച്ചിലുണ്ടോ എന്ന്. നമ്മളൊന്ന് അറിയിക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിൽ പോലും ഇങ്ങനെ പകരം വെക്കാനാകാത്ത സ്നേഹസാമീപ്യത്തിൻ്റെ പേരാണ് മാതാപിതാക്കൾ. അങ്ങനെ ഡോണ്ട് ടേക്ക് അവർ റിലേഷൻഷിപ്പ് ഫോർ ഗ്രാൻഡഡ്. ഇതൊക്കെ ഇല്ലാതാകുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കുക. അഞ്ചപ്പത്തെപ്പറ്റി പറഞ്ഞല്ലോ. അഞ്ചപ്പത്തിലിങ്ങനെ ദിനവും ഒരു ഉച്ചയ്ക്ക് ഒരു 1-1.25 മണിക്ക് എല്ലാ ദിവസവും എത്തുന്ന ഒരു തിരുവല്ലയിൽ ഔട്ട്ലെറ്റിലെത്തുന്ന ഒരു രേവതി ചേച്ചിയുണ്ട്. ചേച്ചി വരുമ്പോൾ കയ്യിലൊരു ചുറ്റുപാത്രം ഉണ്ടാവും. ആദ്യം അവിടെ കൗണ്ടറിൽ നിൽക്കുന്ന ഏതെങ്കിലും, കൂടുതൽ നമുക്ക് വോളണ്ടിയേഴ്സ് ആവും കൗണ്ടറിലൊക്കെ, കുട്ടികളായിരിക്കും. കുട്ടികളുടെ കയ്യിൽ ഇങ്ങനെ പാത്രം കൊടുത്തിട്ട് പറയും, 1:15 മണി എന്ന് പറയുമ്പോൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ തീരുന്നൊരു സമയം. മക്കളെ, ആദ്യമേ ഈ ചുറ്റുപാത്രത്തിൽ ഭക്ഷണം നിറയ്ക്കണം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. അങ്ങനെ ചുറ്റുപാത്രത്തിൽ ഭക്ഷണം നിറച്ച് ഉള്ള ഭക്ഷണത്തിൻ്റെ വറ്റൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്ന രേവതി ചേച്ചി നമ്മളിങ്ങനെ തിരിച്ചറിയുന്നുണ്ട് പിന്നീട് ഈ ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു ആൽക്കഹോളിക്കായ ഒരു മകന് വേണ്ടിയാണെന്ന്. വൈകുന്നേരം തിരിച്ചു ചെല്ലുമ്പോൾ അബ്യൂസ് ചെയ്യുന്ന, മർദ്ദിക്കുന്ന, ഈ ചുറ്റുപാത്രത്തിലെ ഭക്ഷണം എടുത്ത് കളയുന്ന ആൽക്കഹോളിക്കായ ഒരു മകന് വേണ്ടിയാണ് എല്ലാ ദിവസവും ഈ സ്ത്രീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായൊരു ധാർമ്മിക രോഷത്തിൽ ഇങ്ങനെ രേവതി ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി വായ്, എന്തിനാ? അപ്പോൾ ഇങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരു ചിരിയോടുകൂടി അവരിങ്ങനെയാണ് മറുപടി പറഞ്ഞേ, അയ്യോ സാറേ, അവനൊരു പാവമാ, എൻ്റെ വയറ്റി വളർന്ന പിള്ളയല്ലേ, തമിഴ് കലർന്ന മലയാളമായിരുന്നു, അവനൊരു പാവമാ, അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് മുഴുവൻ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമല്ലേ, അവന് പാവമാ സാറേ. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സ്നേഹത്തിൻ്റെ പേരായതല്ലേ. പറയാൻ ശ്രമിച്ചത് ഈ അമ്മ സ്നേഹമല്ല,
അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി, എത്രയോ ആഴത്തിലാണ് അവൻ നമ്മളിങ്ങനെ സ്നേഹിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞും കേട്ടുമൊക്കെ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഡെപ്ത് പോലും മറന്നു പോയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അത്രയും ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മുടെ വിശ്വാസം. എത്രയോ ഇരട്ടി അവൻ അനുഭവിച്ച അപമാനങ്ങൾ പകരം വെക്കാനാകുമോ? ഞാൻ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ് അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. സൺഡേ സ്കൂൾ അധ്യാപകൻ ഇങ്ങനെ അബ്രഹാം ഇസഹാക്കിന് യാഗം കൊടുക്കുന്ന ആ സംഭവം കുട്ടികളോടിങ്ങനെ വർണ്ണിക്കുക. വാക്കുകളുണ്ട് ഇയാളിങ്ങനെ ചിത്രം വരയ്ക്കുക. കുട്ടികൾക്ക് ഇങ്ങനെ അത്രയും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അബ്രഹാം ഇസഹാക്കുമായി ഇങ്ങനെ യാഗപീഠത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നു, യാഗപീഠം ഒഴുക്കുന്നു, കൈകാലുകൾ കെട്ടുന്നു, യാഗപീഠത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കിടത്തുന്നു. അപ്പോഴാണ് ഒരു ദേവദൂത ശബ്ദം, അബ്രഹാമേ അബ്രഹാമേ, അടിയനിതാ, ടു നോട്ട് ലേ യുവർ ഹാൻഡ് ഓൺ ദ ബോയ്. ഇതിങ്ങനെ ഈ അധ്യാപകൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് കുട്ടികളൊന്ന് ശ്വാസം വിടുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി മാത്രം ഇങ്ങനെ വാവിട്ട് കരയുക. അധ്യാപകൻ ചോദിച്ചു, ഇസഹാക്കിനൊന്നും സംഭവിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നീ കരയുന്നത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഈ മാലാഖ വരാൻ 1 മിനിറ്റ് ഒന്ന് താമസിച്ചിരുന്നെങ്കിലോ. കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് നിർത്തി അധ്യാപകൻ പറഞ്ഞു, ഇങ്ങനെയാ മകളെ, മാലാഖമാർ വരുവാൻ ഒരു നാളും താമസിക്കില്ല. മറിയയുടെ അടുക്കൽ ഇങ്ങനെ സുവാർത്താദൂതമായി എത്തുന്ന മാലാഖ, യോസഫിൻ്റെ സംശയം ഇനി വിശ്വാസമാക്കി മാറ്റുന്ന മാലാഖ, ബേത്ലഹേമിന് മുകളിൽ ഗ്ലോറിയ ഗീതങ്ങൾ പാടുന്ന മാലാഖ, ഇവിടം സുരക്ഷിതമല്ലെന്ന് പറയുന്ന കരുതലിൻ്റെ മാലാഖ, ഈ മരുഭൂമിയിലെ കടുത്ത പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ച് തിരിച്ചു വരുമ്പോൾ പരിചരിക്കുന്ന മാലാഖ, ഗത്സമനയിൽ ഇങ്ങനെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കുന്ന രാവിൽ ആശ്വാസമേകുന്ന മാലാഖ, ഒടുവിൽ ഇങ്ങനെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തിനെന്ന് പറയുന്ന പ്രത്യാശയുടെ മാലാഖ. ഇങ്ങനെ അച്ഛനെയും കുടുംബത്തെയൊക്കെ ചേർത്ത് നിർത്തിയ ആ മാലാഖയുടെ സ്നേഹസാന്നിധ്യത്തെ, സാമീപ്യത്തെ അനുഭവിക്കുവാൻ ലക്ഷണമാണ് ശിഷ്യത്വം. ലൈവ് എക്സാമ്പിൾ, അതാണ് ശിഷ്യത്വം. 1 മിനിറ്റ് നമുക്ക് കണ്ണുകളെ അടച്ച് ഈ സ്നേഹമെന്ന് പറയുന്ന ട്രേറ്റിനെ നമുക്കൊന്ന് ധ്യാനിക്കാം. ലവ്, അൺകണ്ടീഷണൽ ലവ് ഓഫ് ക്രൈസ്റ്റ്. Let us commit to saying I love you at least once every day with awareness and intent to the people we hold most dear, our parents, our partner, siblings, our friends, without any conditions or expectations. Lord, we are filled to the brim with your godly love. May we, our eyes, our hearts, our words reflect this love. Like a candle lights up another candle, may your love residing in us flow from us, spreading like a fire that lights up the world. Thank you, Lord, for loving us so unconditionally. Amen. Compassion. എനിക്കൊരു സ്നേഹിതനുണ്ട്, ജോൺസൺ സാമുവൽ. 2011 അയാൾ ഇങ്ങനെ നാട്ടിൽ പോകുമ്പോൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയ കാല് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അയാളുടെ കുടുംബവും ഒക്കെ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഈ മനുഷ്യനെ ഇങ്ങനെ വല്ലാണ്ട് ടച്ച് ചെയ്തു. തിരികെ ന്യൂയോർക്കിലേക്കൊക്കെ എത്തി അയാളിങ്ങനെ വന്നിട്ടിങ്ങനെ ഒറ്റക്കാലിലൊന്ന് നടന്നു നോക്കി.
പല ദിവസങ്ങൾ കണ്ടപ്പോൾ ഇങ്ങനെ ഭാര്യയൊക്കെ ചോദിച്ചു, എന്താ പറ്റിയ, ഒക്കെയാണോ? അതൊരു സുവിശേഷത്തിൻ്റെ ആരംഭമായിരുന്നു. 300-ലധികം വരുന്ന മനുഷ്യരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ മനുഷ്യന് ഹൈ എൻഡ് പ്രോസ്തറ്റിക്സ് ഒക്കെ കൊടുത്ത് 300-ലധികം മനുഷ്യർ, ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ, സാധാരണപ്പെട്ട മലയാളി, ജോലിയെടുത്ത് ഒരു സാധാരണ ജോലിയൊക്കെ എടുത്ത് ജീവിക്കുന്ന ഒരു മലയാളി, ഇങ്ങനെ അയാളുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചേർത്ത് നിർത്തലിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത നമുക്ക്, പക്ഷേ ഈ മനുഷ്യൻ കണ്ട ഒരൊറ്റ കാഴ്ച അയാൾ കാലിൻ്റെ സുവിശേഷമായി മാറുകയായിരുന്നു. ഈ ബാഡ്മിൻ്റനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് തിരിച്ച് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ള ഏറ്റവും ഹൈ എൻഡ് പ്രോസ്തറ്റിക്സ് കൊടുക്കുന്ന ഈ മനുഷ്യൻ ചേർത്ത് നിർത്തലിൻ്റെ സുവിശേഷമാണ്. കഴിഞ്ഞ ആഴ്ച ഓസ്റ്റിൻ മാർത്തോമാ പള്ളിയിലെ കൺവെൻഷൻ ലീഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ശനിയാഴ്ച ദിവസം പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചൊരു വീട്ടിൽ ഇങ്ങനെ വയറും മനസ്സുമൊക്കെ നിറഞ്ഞാൽ പോരുന്നത്. കാരണം ഇതാണ്, ആ കുടുംബം തങ്ങൾക്കിങ്ങനെ തങ്ങളുടെ കുടുംബ വീട്, പാരമ്പര്യമായി കിട്ടിയ വീടും കുടുംബവും വീടും പരിസരവുമൊക്കെ ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പരിചരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. ശലഭങ്ങളെന്ന സ്ഥാപനത്തിൻ്റെ പേര്. ചിറകരിഞ്ഞു പോയ 60ഓളം കുഞ്ഞുങ്ങൾക്ക് ചിറക് നൽകുകയായി കുടുംബം. ശലഭങ്ങൾ. RH നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഈ ഗർഭിണികളായ സ്ത്രീകൾ, മെഡിക്കൽ മേഖലയിലുള്ളവർക്കറിയാം, അവർ ഇങ്ങനെ ഗർഭസ്ഥ ശിശുവിന് വരെ ജീവഹാനി ഉണ്ടാക്കാം. അതിൻ്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ANT-D ഇഞ്ചെക്ഷൻസാണ്. അങ്ങനെ ഇരിക്കെ വളരെ അവിചാരിതമായി ജെയിംസ് ഹാരിസൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ രക്തത്തിൽ ഇങ്ങനെ ആൻറ്റിബോഡീസ് കണ്ടെത്തുകയും ഓസ്ട്രേലിയ അയാളെ നാഷണൽ ഹീറോയായി പ്രഖ്യാപിക്കുകയും മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന നിലയിലൊക്കെ മാധ്യമങ്ങൾ വാഴ്ത്തുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 പ്രാവശ്യമൊക്കെ ഇങ്ങനെ രക്തം കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കർമ്മം 81-ാമത്തെ വയസ്സിൽ ഡോക്ടർമാർ ഇനി മതി എന്ന് പറയും വരെ എല്ലാ ആഴ്ചയും ഈ മനുഷ്യൻ ഇങ്ങനെ തൻ്റെ രക്തം കൊടുത്തുകൊണ്ടിരിക്കുക, ഒരു ലാഭേച്ഛയുമില്ലാതെ. 2.5 ലക്ഷം കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ പേര് കൂടിയാണ് ജെയിംസ് ഹാരിസൺ. 870 ദശലക്ഷം മനുഷ്യർ ഈ നിമിഷം കൊടിയ പട്ടിണിയില്ല ലോകത്ത്. എങ്കിലും ഞാൻ പറയും, ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കരുണയിടങ്ങളുടെ അഭാവമാണ്, കമ്പാഷൻ ഹബ്സ് ഇല്ലായ്മ. എന്താണ് ഈ ദേവാലയം എന്നൊക്കെ പറയുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്? പരുക്കേറ്റ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഇടമാണ് ദേവാലയം. കമ്പാഷൻ ഹബ്ബാണ് ആവണം ചർച്ച്. 140 തവണ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിക്കുന്ന കമ്പാഷൻ. ലൂക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെ ദ ഗോസ്പൽ ഓഫ് കമ്പാഷൻ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ലാറ്റിൻ എറ്റിമോളജി എന്ന് പറയുന്നത് കോസ് സഫറിങ് എന്ന സഹസഹനം. ഈ സഹജീവികളോടുള്ള നമ്മുടെ കരുതലും കരുണയുമൊക്കെ ഒരു ഔദാര്യമായി കരുതരുത്. ഇനി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ചില വർത്തമാനങ്ങൾ ഇങ്ങനെയാണ്. അച്ഛനൊരു കാര്യം പറഞ്ഞു, എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത്? ഞാൻ എൻ്റെ 200 കളഞ്ഞു. സീരിയസ്ലി കളഞ്ഞു, പോട്ടേന്ന് വെച്ചു. നാം അനുഭവിക്കുന്ന ഓരോ തണലും മറ്റൊരാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നാം മറന്നു പോകരുത്. അത് ഔദാര്യമൊന്നുമല്ല. ഈ കോവിഡൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നുപോയി. തനിയെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? എത്ര പെട്ടെന്നാണ് നമ്മുടെ ഓർമ്മയിൽ നിന്ന് ആ സംഭവം മാറിപ്പോകുന്നത്. ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള ബാധ്യതയുണ്ട് പാപ്പാമാർക്ക്. ഇപ്പോഴത്തെ പാപ്പയോട് അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു നിമിഷം പോലും സംശയിക്കാതെ അയാളൊരു പേര് തിരഞ്ഞെടുത്തു. ഈ ഫ്രാൻസിസ്കൻ ട്രൈബിൽ നിന്ന് ആദ്യമായിട്ടൊന്നുമല്ല ഒരാൾ പാപ്പയാകുന്നത്, പക്ഷേ ഇന്നേ വരെ ആരും തിരഞ്ഞെടുക്കുവാൻ ധൈര്യപ്പെടാത്ത ഒരു പേര് ഫ്രാൻസിസ്. എന്താ അതിൻ്റെ അർത്ഥം? ദരിദ്രരിലേക്ക് ഉറ്റുനോക്കുവാനുള്ള ക്ഷണമാണ് ഫ്രാൻസിസ്.
നമുക്കറിയാം ആ പേരും പേരുകാരനുമൊക്കെ കത്തോലിക്ക സഭയിലുണ്ടാക്കിയ മാറ്റങ്ങൾ എത്രമാത്രമെന്ന്. എന്താ ലോകത്തിന് വേണ്ടത്? നിങ്ങളുടെ ഫ്യൂ ഡോളേഴ്സ്? സീരിയസ്ലി? ഞാൻ ഈ അത്ഭുതങ്ങളിലൊന്നും വിശ്വസിച്ചിരുന്ന ഒരാളല്ല. അച്ഛനോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അഞ്ചപ്പം ആരംഭിക്കുന്ന സമയത്ത് ബോബി അച്ഛൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയത്തോടൊപ്പം നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ അന്നത്തെ മാനേജ്മെൻറ്റ് ബുദ്ധിയിലൊക്കെ ഞാനിങ്ങനെ ഒരുപാട് പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് ഒക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്തു. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ഇന്നദാസം നമ്മളിങ്ങനെ സസ്റ്റൈനബിൾ ആകും, നമുക്കൊരു സെൻട്രൽ കിച്ചൺ വേണം. ഒന്നും നടന്നില്ല. 8 വർഷമായി 8 ലക്ഷത്തിലധികം മനുഷ്യർക്ക് ഇങ്ങനെ ആദരപൂർവ്വം അന്നം വിളമ്പാനായി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, അത്ഭുതങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നെ കൃത്യമായ ഒരു ലോജിക്കൽ ഡിഫൻസ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നും എല്ലാ മാസവും ഒരു 28-29 ആകുമ്പം ഇതിൻ്റെ ട്രഷറായിട്ടിരിക്കുന്നതൊരു എലിസബത്ത് ടീച്ചറാണ്. പത്തനംതിട്ട കാത്തലിക് കോളേജിലെ റിട്ടയർഡ് സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. ടീച്ചറിങ്ങനെ മെസ്സേജ് അയക്കും, സാമേ 5000 രൂപയുള്ളൂ ബാങ്കിൽ, 3 ദിവസം കൂടെ കഴിയുമ്പോൾ ഒരു 4 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഇങ്ങനെ ട്രാൻസാക്ട് ചെയ്യേണ്ടതാണ്. ഒരു NGOസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും HNIസിൻ്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ സപ്പോർട്ടോ ഒന്നും നമുക്കില്ല. ആരോടും ഞങ്ങൾ പണം ചോദിക്കാറുമില്ല. നിങ്ങൾക്കറിയോ, ഈ കഴിഞ്ഞ 8 വർഷവും എല്ലാ മാസവും ഇതുപോലൊരു മെസ്സേജ് ടീച്ചറിൽ നിന്ന് കിട്ടും. ഇന്നേ വരെ അഞ്ചപ്പത്തിൽ അന്നം മുടങ്ങിയിട്ടില്ല. ഞാൻ ഈ അത്ഭുതങ്ങൾ വിശ്വസിക്കാതിരിക്കണോ? Hangry, modern first world country word coined to explain the irritability experienced by humans when there is a slight change in the meal time. But do not forget, and you can see many of such restaurants across the United States with the name Hangry. 870 million people are facing immediate crisis of starvation. David Beasley, the director of the World UN Food Aid Program, and he made news when he made a special request to the billionaires of the world, particularly Jeff Bezos and Elon Musk. The ask was for $6.6 billion to arrest the immediate crisis of starvation of 42 million people in 43 different countries. 42 million people in 43 different countries. They are not hungry. They're not hungry. They are starving to death. അഞ്ചപ്പം എൻ്റെ 2 ഔട്ട്ലെറ്റുകൾ ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പരമപ്രധാനമായ സ്ഥലത്താണ്, തിരുവല്ലയിലും കോഴഞ്ചേരിയിലും ഒക്കെ. ഈ ഇന്ത്യയുടെ തന്നെ NRI ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളായത്. അവിടെ വരുന്ന മനുഷ്യരിൽ കൊടിയ പട്ടിണിയുണ്ട്, കൊടിയ പട്ടിണി. ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ബാക്കി സമയത്ത് ഇങ്ങനെ മുണ്ട് മുറുക്കി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടാവില്ല അല്ലേ, അങ്ങനെ ഒരു യൂസേജൊക്കെ. അങ്ങനെയുള്ള 100 കണക്കിന് മനുഷ്യരെ നമ്മളിങ്ങനെ ദിവസവും കാണുന്നുണ്ട്. യേശു നമുക്കെതിരെ വെച്ച് ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയാമോ? കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക എന്നുള്ള. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക. ഞാനിങ്ങനെ ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് ഖലീൽ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ലബനൻ്റെ തെരുവീതികളിൽ നിന്നിങ്ങനെ നിന്ന് കത്തി. ഇന്നലെ അരിമോഷ്ടിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ തച്ച് കൊല ചെയ്യപ്പെട്ട് സെൽഫി എടുത്ത ഒരു മനുഷ്യനെ ഓർമ്മയുണ്ടോ? സെൽഫി എടുത്ത് പ്രദർശിപ്പിച്ച മാനസിക വൈകൃതത്തിൻ്റെ ബാക്കി പത്രം മധു, ഓർമ്മയല്ലേ? ഇങ്ങനെ അനാലിൻലെ എന്ന് പറയുന്ന ഒരു വെനിസൂലിയൻ ബാലനെ നമുക്ക് ഓർമ്മയുണ്ടോ? ഇങ്ങനെ കടുത്ത പോഷകാഹാരക്കുറവ് മൂലം ഇപ്പോൾ പത്രങ്ങളും മീഡിയാസൊക്കെ ഒന്ന് ബേസിക്കലി ഫോളോ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും മറക്കാത്ത ചിത്രങ്ങളാണ് അതൊക്കെ. അനാലിൻലെ സിറിയയിൽ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ട് ജീവൻ്റെ പച്ചപ്പ് തേടി പുറപ്പെട്ട് ഇങ്ങനെ കരക്കടിഞ്ഞ എലൻ കുർദി എന്ന 2 വയസ്സുകാരൻ. ഈ ദശാബ്ദങ്ങളായി പുകയുന്ന ഗസയും യമനും. എന്തേ പറയാൻ ശ്രമിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അയ്യോ കഷ്ടം.
എന്നതിനപ്പുറം ഇത് നമ്മുടെ നെഞ്ചകത്തെ പൊള്ളിക്കുന്നുണ്ടോ എന്നുള്ള ആ ചോദ്യം, നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാകുന്നുണ്ടോ മറ്റുള്ളവരെന്നുള്ള ആ ചോദ്യം. അപരന് വേണ്ടിയുള്ള നരനായിരുന്നു യേശു. ഈ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല. ഇങ്ങനെ ഫോളോ ചെയ്ത ആ ഒരു സംഭവത്തിൽ തന്നെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം. അവിടെ തന്നെ കിടക്കുക. ഈ കൺവീനിയൻസ് തിയോളജിയുടെ ഒരു കാലഘട്ടമായത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ കാവ്യതിടിക്കുന്ന ഒരു ദൈവബോധത്തിലാണ് നാം ജീവിക്കുന്നത്. കമ്പാഷനെ യേശു റെപ്രസെൻ്റ് ചെയ്യുന്നത് ഗുഡ് സമാരിറ്റനിലൂടെയാണ്. ഗുഡ് സമാരിറ്റൻ്റെ ഉപമയിലൂടെയാണ്. അതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം ആരാ? ഗുഡ് സമാരിറ്റൻ എന്ന് പറയുന്നത് ആൾ ഒരു അന്യദേശക്കാരനായിരുന്നു, മാത്രമല്ല ഒരു അന്യമതസ്ഥൻ കൂടിയായിരുന്നു. എന്താ പറയാൻ ശ്രമിച്ചു? അത്രയും വിശാലമായി ചിന്തിച്ചിരുന്ന ഒരാളാണ് യേശു. അയാളിങ്ങനെ ഒരു ശിഷ്യനിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു ട്രെയ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്ത ഒരു പാരബിളിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു അന്യമതസ്ഥനായിരുന്നു. ജപ്പാനിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ദ റെസ്റ്റോറൻറ്റ് ഓഫ് മിസ്റ്റിക് ആൻഡ് ഓർഡേഴ്സ്. അവിടെ നിങ്ങളൊരു സൂപ്പ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിക്കൻ വിങ്സ് കിട്ടും. ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡംപ്ലിങ്സ് കിട്ടും. അങ്ങനെയൊക്കെയുള്ളൊരിടം. പക്ഷേ ഒരു ഗൂഗിൾ റിവ്യൂസിലും ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി മോശമായ റിവ്യൂ നിങ്ങൾക്ക് കിട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? അവിടെ ഇങ്ങനെ അന്നം വിളമ്പുന്ന മനുഷ്യരിങ്ങനെ ഡിമെൻഷ്യ ബാധിച്ച മനുഷ്യർ. ചേർത്ത് നിർത്തുന്ന ഇടങ്ങളുണ്ടാകണം, ചേർത്ത് നിർത്താൻ പറ്റണം മനുഷ്യരെ. ഈ ഒരു സമയത്ത് ഒരു 3 കമ്പനീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഒരേ സമയത്ത്. 9ഓളം പ്രൊജക്റ്റുകളൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്കൊക്കെ പോയാൽ രാത്രി 10-10:30 വരുന്ന, അവധി പോലും എടുക്കാത്ത, വീക്കെൻഡുകളടക്കം വർക്ക് ചെയ്യുന്ന 9ഓളം പ്രൊജക്ട്സ് ഒരേ സമയത്ത് മാനേജ് ചെയ്തിരുന്ന അത്രയും അംബീഷ്യസ് ആയ ഒരു കരിയർ ട്രജക്ടറി ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അവിടെയാണ് ഇങ്ങനെ ഈ ഇന്ത്യൻ സ്കൂളുകളുടെയൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ഇന്ത്യൻ സ്കൂളുകൾ ചെയർ ചെയ്തിരുന്ന ഒരു സമയത്ത് അവിടെ നമുക്കൊരു 21ഓളം സ്കൂളുകളും 19,000 കുട്ടികളൊക്കെ പഠിക്കുന്നൊരു സ്കൂളുകളാണ്. അവിടെ ഒരു ചെറിയ സ്കൂളുണ്ട്, 100 കുട്ടികൾ മാത്രമുള്ള ഒരു സ്പെഷ്യൽ സ്കൂൾ. അവിടുത്തെ ഒരു റെനോവേഷൻ പ്രോസസ്സായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്ഥിരമായി പോയി തുടങ്ങിയത്. പിന്നീട് അതിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായി. എല്ലാ ദിവസവും ഇങ്ങനെ അവിടുന്ന് ആരംഭിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കുറച്ച് നാളുകൾ ഇങ്ങനെ കഴിയുമ്പോൾ സംസാരശേഷിയില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ, ചലനശേഷി കുറവുള്ള ഈ കുഞ്ഞുങ്ങൾ എന്നോടൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. എങ്ങോട്ടാ? ധൃതിയിൽ. എങ്ങോട്ടാ ഈ ധൃതിയിൽ? മെല്ലെ പോകുവാൻ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാരാ കുഞ്ഞുങ്ങൾ. നമ്മൾ ഈ പണമൊക്കെ സമ്പാദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അന്നാ തിരിച്ചറിയുന്നത്. ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാ. ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടി 4ാമത്തെ വീടും ഇങ്ങനെ വാങ്ങി അതിൽ നിന്നുണ്ടാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കണക്കുകളൊക്കെ കൂട്ടി നമ്മളിങ്ങനെ കണക്ക് കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു എക്കണോമിക്സ് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് പുറത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല ആക്ച്വലി. അതുപോട്ടെ, അതല്ല പറയുന്നത്. എന്തിനായിരിക്കാം നമ്മൾ ഇത്രയധികം പണം സമ്പാദിച്ച് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത്? ആർത്തി കൊണ്ടൊന്നുമല്ല, ഭയം കൊണ്ടാണ്. ഇൻസെക്യൂരിറ്റിയാണ്. ഭയപ്പെടേണ്ട എന്ന് അവൻ ഓരോ ദിവസവും ഇങ്ങനെ 365 ദിവസം പറയുന്നത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. കമ്പാഷൻ, അപരനെ ചേർത്ത് നിർത്താനുള്ള ക്ഷണ. എന്താ ലോകത്തിന് വേണ്ടത്? നേരത്തെ ആവർത്തിച്ചത് പണമൊന്നുമല്ല, ഹ്യൂമൻ ടച്ച്, ഹ്യൂമൻ കണക്ഷൻസ്, ഹ്യൂമൻ ടോക്സ്. നമ്മുടെ പാരിഷിലുള്ള എത്രയോ മനുഷ്യരിങ്ങനെ ഏകാന്തതയുടെ തടവുകാരാണെന്നറിയാമോ? അഞ്ചപ്പം ഈ അടുത്തിടെ തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവാണ് കേൾക്കാനൊരിടം.
കമ്പാഷനേറ്റ് ലിസണിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, കൗൺസിലിംഗ് ഒന്നല്ല, ജസ്റ്റ് ലിസണിങ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സംഭവം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സ്റ്റിഗ്മയുടെ ഭാഗമായിട്ട് ആൾക്കാരൊക്കെ പെട്ടെന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കുറച്ച് ക്യാമ്പയിൻസൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് ക്യാമ്പയിൻ മെറ്റീരിയലൊക്കെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തിടത്തോളം ആളുകൾ വരുന്ന സമയങ്ങളുണ്ട്. പറയാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ചുറ്റും ഒന്ന് കണ്ണോടിക്കുന്നുണ്ടോ? നമ്മളോട് ചേർന്ന് നിൽക്കുന്ന എത്രയോ മനുഷ്യരിങ്ങനെ ഒന്ന് എനിക്കൊരു ചെവി തരാനുണ്ടോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. കേൾക്കാതെ, മനുഷ്യരോട് സംസാരിക്കാതെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റും, നമ്മുടെ പള്ളിയിൽ. അവരെന്നെ കേൾക്കാൻ പറ്റണം. ഹ്യൂമൻ ടച്ച്, ഹ്യൂമൻ ടോക്സ് ആൻഡ് ഹ്യൂമൻ കണക്ഷൻസ്. ദിസ് ഈസ് വാട്ട് ദ വേൾഡ് നീഡ്സ്, നോട്ട് യുവർ ഡോളേഴ്സ്. ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്നറിയാമോ? ഒറ്റ സിമ്പലാ, നമസ്തേ. എന്താ അതിൻ്റെ മീനിങ്? ആരെങ്കിലും I respect the divinity in you. I respect the divinity in you. പരസ്പരം നമസ്തേ പറയണം. നിന്നിലെ ദൈവാംശത്തെ ഞാൻ നമസ്കരിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. Let us commit to stop ourselves from negative talks. Lord, may every word we utter be to help, heal, or love. That our words never hurt. Lord Jesus, you set an example in heartfelt compassion. Lord, in our everyday lives, may we choose to be kind instead of being right. Lord, teach us also to be kind to ourselves, to our own body and mind. അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിക്കാം. Let's join hands with the person beside us. Allowing our energy, our love and respect to flow through. And as we unite in spirit, repeat this prayer with me. May the Father Almighty bless us with the grace to deepen our faith. May the Father Almighty bless us with the grace to deepen our faith. May the Son Jesus Christ guide us into His divine kingdom. May the Son Jesus Christ guide us into His divine kingdom. And may the Holy Spirit fill our hearts and minds with love and hope. May the Holy Spirit fill our hearts and minds with love and hope. Amen.